തിരുവനന്തപുരം സ്റ്റാച്യുവിലെ കൺസ്യൂമർ ഫെഡ് കോഫി ഷോപ്പിന്റെ നടത്തിപ്പുകാരിയായിരുന്നു പാറശാല പരശുവയ്ക്കൽ സ്വദേശി അജിത. 3 വർഷത്തേക്കായിരുന്നു വാക്കാലുള്ള ധാരണ. കരാറിൽ കൺസ്യൂമർ ഫെഡ് ഒപ്പുവച്ചിരുന്നില്ല. എന്നാൽ 11 മാസം പൂർത്തിയായ സെപ്റ്റംബർ 30-ന് കൺസ്യൂമർ ഫെഡ് അധികൃതർ മാറാൻ ആവശ്യപ്പെട്ടു. കരാർ നീട്ടി നൽകുകയോ നഷ്ടപരിഹാരം നൽകുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അജിത ഹൈക്കോടതിയിൽ ഹർജി നൽകി. കേസിൽ വാദം പൂർത്തിയാകാനിരിക്കെ കൺസ്യൂമർ ഫെഡ് തിരുവനന്തപുരം റീജിയണൽ മാനേജറുടെ നേതൃത്വത്തിൽ 3-അംഗ സംഘം അജിതയുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി പരാതിയില്ലെന്ന് ഒപ്പിട്ട് വാങ്ങിയെന്നാണ് ആരോപണം. അവർ ഇടംവല വിടാതെ അവരെഴുതി ഒപ്പിട്ട് എന്ത് പേപ്പർ കൊണ്ട് ഞങ്ങൾക്ക് ആ പേപ്പർ തിരിച്ചു കിട്ടണം. അതിനാണ് അങ്ങനെയൊക്കെ വെറും പേപ്പർ ലെറ്റർ പാഡ് വാങ്ങിച്ച് അതിൽ ഒരു അക്ഷരം പ്രതി അതിൽ എഴുതാതെ അവർ വാങ്ങിച്ചുകൊണ്ട് അവർക്ക് നമ്മളൊന്നും എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഈ രേഖകൾ കോടതിയിൽ ഹാജരാക്കിയതോടെ കേസ് കോടതി തള്ളി. ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തതിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ അവരുടെ ഭർത്താവിനെ കൊണ്ട് മർദ്ദിപ്പിച്ച് ഒരു സർക്കാർ സ്ഥാപനമാണ് ഇത് ചെയ്തത്. ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇത് ചെയ്തത്. അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ആരോപണം കൺസ്യൂമർ ഫെഡ് അധികൃതർ നിഷേധിക്കുന്നുണ്ടെങ്കിലും പരാതിക്കാരിയായ ദളിത് യുവതിയെ സ്വാധീനിക്കാൻ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. പിന്നെ അവർ വേറൊരു രേഖ അവിടെ ഹാജരാക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ കക്ഷി സ്ത്രീക്ക് കേസ് തുടർന്ന് നടത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ കോടതി അത് ക്ലോസ് ചെയ്തു. ഭർത്താവിൽ നിന്ന് ശക്തമായ എതിർപ്പുള്ളതിനാൽ പരാതിയുമായി രംഗത്ത് വരാൻ അജിതയ്ക്ക് കഴിയുന്നില്ല. പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം നെയ്യാറ്റിൻകര ഡിവൈഎസ്പിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അജിതയുടെ മാതാവ്. മീഡിയ 1 തിരുവനന്തപുരം.